ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അതായത് ഞാൻ ഉപേക്ഷിച്ച ഒരു കണ്ടന്റ് ആ കണ്ടന്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഒരു ലൂപ്പാണ്. ആ ലൂപ്പിലേക്ക് ചെന്ന് വിടാൻ നമ്മുടെ യൂട്യൂബേഴ്സ് നിർബന്ധിക്കപ്പെടുകയാണ് മലയാളത്തിലുള്ള. കാരണം മറ്റേതൊരു സബ്ജക്റ്റിനേക്കാളും ഈ കണ്ടന്റിനാണ് റീച്ച് കൂടുതൽ കിട്ടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. സുധി പ്ലസ് രേണു, അതായത് നമ്മുടെ കൊല്ലസുധിയുടെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കൊല്ലസുധി എന്ന വ്യക്തി മരിച്ച ശേഷമാണ് ഈ ഒരു സബ്ജക്റ്റ് ഇത്രത്തോളം ഉയർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏകദേശം 2 വർഷം തികഞ്ഞ ശേഷം ഇപ്പോൾ അവരുടെ വീട് അങ്ങനെയുള്ള കേസുകെട്ടുകളുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു യൂണിവേഴ്സാണ്. ആദ്യം ബിനോടിവാലി ഇതിൻ്റെ ഒരു ലൂപ്പിൽ പെട്ടു. അതിനുശേഷം അദ്ദേഹം ഇതിൽ നിന്ന് പുറത്തുപോയി. അതിനുശേഷം ലക്ഷ്മി നക്ഷത്രയായിരുന്നു. ലക്ഷ്മി നക്ഷത്രയും ഇതിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇതിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കൊല്ലസുധിയുടെ മൂന്നാമത്തെ ഭാര്യ രേണുസുധിയാണ്. അതിനുശേഷം വരുന്നത് ഒരു വോയിസ് ക്ലിപ്പിലൂടെയാണ് ഒരു വ്യക്തി വന്നത്. അത് എന്ന് പറയുന്നത് വീണ പിള്ള എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർക്കും ശേഷം വീണ്ടും ഈ ലൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് ഫിറോസ്, പിന്നെ ബിഷപ്പ്, മറുനാടൻ്റെ ഷാജൻ സ്കറിയ, പിന്നെ സുധിയുടെ 2 മക്കൾ, പിന്നെ രേണുവിൻ്റെ പിതാവ്, രേണുവിൻ്റെ സഹോദരി, അതാണ് ഒരു യൂട്യൂബറായിട്ടുള്ള അതുല്, പിന്നെ ഈ ലൂപ്പിലേക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് കിട്ടിയ ഒരു യൂട്യൂബറായിരുന്നു ഞാൻ. അങ്ങനെ ധാരാളം ആളുകൾ ഈ ലൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബിൽ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടായിരുന്നു. എന്തായാലും ആ ലൂപ്പിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. അത് കണക്ക് ഒരു യൂട്യൂബർ പുറത്ത് കിടക്കാൻ മാറി നിൽക്കുകയായിരുന്നു. എന്നാലും അദ്ദേഹം ഈ കണ്ടന്റ് ഉപയോഗിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. കാരണം ഈ ഒരു കണ്ടന്റ് ചെയ്താൽ മാത്രമേ യൂട്യൂബിൽ റീച്ച് കിട്ടുന്നുള്ളൂ. മറ്റ് സബ്ജക്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് റീച്ച് കിട്ടുന്നില്ല, വീഡിയോസിനൊന്നും. എൻ്റെ വീഡിയോയ്ക്ക് പോലും ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് ഉപേക്ഷിച്ച ശേഷം ഞാൻ ചെയ്ത വീഡിയോസിനൊന്നും തന്നെ റീച്ച് മറ്റൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്കെന്തായാലും ഇതിൽ നിന്ന് വരുമാനമില്ലാത്ത കാരണം അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എങ്കിലും ഞാൻ ആ കണ്ടന്റ് ഇനി ചെയ്യുന്നില്ല എന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അന്നേരമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ഒരു ലൂപ്പിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന്. ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ വരുന്ന ഒരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ പെട്ടുപോകുന്നവർ പിന്നെ തിരിച്ച് കയറുന്നുമില്ല. ഏകദേശം നമ്മുടെ ചുരുളി സിനിമയെ അനുസരിക്കുന്ന വിധമുള്ള ഒരു ലൂപ്പാണിത്. ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെയും ഗതികേട് അത് തന്നെയാണ്. അവർ ചെയ്യുന്ന മറ്റ് സബ്ജക്റ്റുകൾക്ക് റീച്ച് കിട്ടാതെ വരുമ്പോൾ അവർ ഈ റീച്ച് കിട്ടുന്ന സബ്ജക്റ്റിലേക്ക് തന്നെ വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അതിന് നിർബന്ധിക്കപ്പെടുകയാണ്. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം പോലും ആ തരത്തിലാണ് ഇപ്പോൾ മലയാളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേതൊരു സബ്ജക്റ്റിനേക്കാളും ഈ ഒരു സബ്ജക്റ്റിന് റീച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ മറുനാടൻ മലയാളി പോലും ഈ ഒരു സബ്ജക്റ്റ് കയറി പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം അവർ ഈ ലൂപ്പിൻ്റെ ഒരു ഭാഗവുമാണ്. അത് കണക്ക് അവരുടെ വീഡിയോസിനും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസിന് റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ മലയാളികൾ ചർച്ച ചെയ്യുന്നു. അത് തന്നെയാണ് കാരണം. ഇനിയിപ്പോൾ ഈ ഒരു ലൂപ്പിൽ നിന്ന് എന്ന് നമ്മുടെ യൂട്യൂബേഴ്സ് കരകയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായ ഉത്തരം നൽകുവാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. കാരണം മറ്റ് വീഡിയോസിൻ്റെ റീച്ച് അല്ലെങ്കിൽ ഇതിന് മുകളിൽ വരുന്ന ഒരു ടോപ്പിക്ക് കിട്ടുന്നിടം വരെ ഈ കിട്ടിയാലും ചിലപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കായിരിക്കും റീച്ച് കൂടുതൽ വരിക. അതിൻ്റെ കാരണം മലയാളിയുടെ ഒരു മനോഭാവം മാത്രമല്ല, യൂട്യൂബിൻ്റെ അൽഗോരിതവും മാത്രമല്ല. ഈ വിവാദങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുവാനും അതിനെക്കുറിച്ച് സംസാരിക്കുവാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മുഴുവൻ പൂർണ്ണമായും ഇതിൻ്റെ പിന്നാലെ പായുന്നത്. അതിനവർ നിർബന്ധിക്കപ്പെടുകയാണ്. എന്തായാലും ഇനി ആ ലൂപ്പിൽ ഒരു ഭാഗമായി ഞാനില്ല. കാരണം ആ ലൂപ്പിൻ്റെ ഭാഗമായിട്ട് ഞാനും ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയ ഒരു യൂട്യൂബറാണ് ഈ ഒരു വിഷയത്തിൽ. ഞാൻ അതിൽ നിന്നും പുറത്ത് വന്ന ശേഷം ചെയ്ത വീഡിയോസ് അതിനൊന്നും തന്നെ റീച്ച് കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ആ ഒരു സബ്ജക്റ്റ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ആ ലൂപ്പിനെ കുറിച്ചോ അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചോ ചർച്ച ചെയ്യാനായിട്ടല്ല ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ല. ഈ ഒരു ലൂപ്പിലേക്ക് അകപ്പെടുന്ന പുതിയ യൂട്യൂബേഴ്സിനും ഇപ്പോൾ നിലവിൽ ഈ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെയും അവസ്ഥ വിവരിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണിത്. ഏതായാലും ബിഗ് ബോസ് സീസൺ 7 വന്നു കഴിഞ്ഞാൽ പോലും ഈ ഒരു ലൂപ്പ് നമ്മുടെ യൂട്യൂബിനെ ഭരിച്ചുകൊണ്ടിരിക്കും. കാരണം മറ്റൊന്നുമല്ല, അതിന് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് ഈ ഒരു സബ്ജക്റ്റിനായിരിക്കും വരുന്നുകൊണ്ടിരിക്കുക.
എന്തായാലും നമ്മുടെ യൂട്യൂബേഴ്സ് ഇതിൽ നിന്നും കരകയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മറ്റെന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ധർമ്മശാലയിലെ വിഷയം പോലും നമ്മുടെ മലയാളത്തിലുള്ള വ്ളോഗേഴ്സ് എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം ആ വീഡിയോസിനൊന്നും തന്നെ റീച്ച് കിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ്. അതായത് ഗോ വിത്ത് ഫ്ലോ എന്ന് പറയുന്ന കണക്കാണ് ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഗതികേട്. ആർക്കും ഇത് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ ഒരു വീഡിയോസ് കാണുവാൻ വേണ്ടിയിട്ട് മാത്രമേ ആളുകൾ വരുന്നുള്ളൂ. ഞാൻ കൊണ്ടുവന്ന 3-4 ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കുകളൊന്നും തന്നെ ആരും കണ്ടിട്ടില്ല. വല്ല 10-100 വ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്രേ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന പല യൂട്യൂബേഴ്സിനും അവരുടെ വീഡിയോസിന് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതി, അതായത് കാരണം പലരും യൂട്യൂബിൻ്റെ വരുമാനം, നല്ല രീതിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന പലരും അവരുടെ ജോലി പോലും ഉപേക്ഷിച്ചായിരിക്കും ഫുൾ ടൈമറായിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീഡിയോസിന് വ്യൂസ് കിട്ടിയില്ല എങ്കിൽ അവരുടെ ജീവിതം തന്നെ താറുമാറാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലരൊക്കെ ഈ ഒരു കണ്ടന്റ് തന്നെ തിരഞ്ഞു പിടിക്കുവാണ്ട് നിർബന്ധിതരാവും. പിന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സും, അതായത് ട്രോൾ വീഡിയോ ചെയ്യുന്നവർ പോലും ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകുന്നത് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ്. റീച്ചിനും കാരണം ഈ ഒരു സബ്ജക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് വരുവാൻ പോലും പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ യൂട്യൂബേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാനിനി ഈ ചീഞ്ഞു നാറിയ കേസ് കെട്ടിൽ കയറി പിടിക്കുന്നില്ല. കാരണം ഞാനത് നിർത്തിയിട്ട് പോലും എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തരത്തിൽ നെഗറ്റീവ് കമൻറ്റേഴ്സുമായിട്ട്, ഒരു തരത്തിൽ കളിയാക്കുന്ന കമൻറ്റുകളുമായിട്ടും, പിന്നെ അല്പം ഭീഷണി കലർന്ന കമൻറ്റുകളും ഒക്കെ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് ഞാനായിട്ടായിരുന്നു നിർത്തിയിരുന്നതെങ്കിൽ നിങ്ങളുടെ ഈ കമൻറ്റിന് ഞാൻ കയറി കൊത്തുകയും ചെയ്യും. ഞാൻ ഇത് മൊത്തം വലിച്ചു കുറച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് ഞാൻ ഇത് നിർത്തത്തുള്ളായിരുന്നു. എന്തായാലും എനിക്കിനിപ്പോൾ ഈ ചീഞ്ഞ കേസ് കെട്ടിൽ കയറി പിടിക്കാൻ താല്പര്യമില്ല. അതുപോലെ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് പോരണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് നിർത്തിയിരിക്കുന്ന ഒരു കണ്ടൻ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കട്ടെ.